നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും അനീഷ് ബ്രോ വീണ്ടും ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇന്ന് മംഗളവനം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്കിനി ഇവിടുന്ന് പച്ചാളം ജംഗ്ഷനിൽ പോകണം. ഞങ്ങൾ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ പച്ചാളം റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഇവിടെയല്ല, ക്രോസിങ് അപ്പുറത്താണ്. അപ്പോൾ ഇതുവഴി നമുക്ക് പച്ചാളം ജംഗ്ഷനിലേക്ക് പോവാം. നിയമപരമായിട്ട് ഇത് മുറിച്ചെടുക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റെയിൽവേയുടെ ലൈനൊക്കെ പൊട്ടി വീണായിരുന്നു. വലിയൊരു അപകടമായിരുന്നു. അത് ഒരു പോലീസുകാരനെ പരിക്കൊക്കെ ഏറ്റിരുന്നു. ആ കാണുന്നതാണ് നമ്മുടെ നോർത്ത് സ്റ്റേഷൻ. അങ്ങോട്ട് പോകുന്ന വഴി അതാണ്. വഴിയല്ല, ട്രാക്ക്. അങ്ങോട്ട് നോർത്ത് സ്റ്റേഷനും അവിടെ നിന്ന് ഇടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിന്നാണ്. നമുക്ക് എന്തെങ്കിലും ക്രോസ് ചെയ്യാം. ട്രാക്കിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. നോർത്ത് സ്റ്റോപ്പില്ലാത്ത വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് വരും അല്ലേ. നമ്മളിപ്പോൾ പച്ചാളം ജംഗ്ഷനിൽ വന്നിട്ടുണ്ടേ. നമ്മളീ കാണുന്നത് പഴയ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ലൈനാണ് കേട്ടോ. അതിവിടെ മറ്റേ നമ്മുടെ മെയിൻ പാതയുമായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽവേ ട്രാക്കാണ്. നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാട് പിടിച്ച് കിടക്കുമായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അതൊന്ന് ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റെയിൽവേ ട്രാക്കിലാണ് ഇപ്പോൾ മീൻപെട്ടിയൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, ഗാന്ധിജി വന്നിറങ്ങിയ നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റെയിൽപാതയാണിത്. ഇവിടെ ഒരു ഓട്ടോ കിടക്കുന്നുണ്ട്. അതിൻ്റെ പരുവം കണ്ടോ, തലയും കുത്തി കിടക്കുവാണ്. എനിക്കൊന്നു ആക്രിയാണോ അതോ ആക്സിഡൻറ്റ് കേസല്ല, ഏതായാലും മറിച്ചുകൊണ്ട് ഇട്ടിരിക്കുകയാണ്. ആക്രിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊച്ചി സിറ്റിയിൽ തന്നെയുള്ള ഒരു വനമാണ്. മംഗളവനം എന്നാണ് അതിൻ്റെ പേര്. അപ്പം മംഗളവനം ബേർഡ് സാങ്ച്വറിയിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഹൈക്കോടതിയുടെ ബാക്കിലായിട്ടാണ് ഈ മംഗളവനം വരുന്നത്. അപ്പം നമ്മളതാണ്ട് ഹൈക്കോടതിയുടെ ബാക്കിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെ ഇപ്പം ആൾക്കാരെ ഒന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ പുറകിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ റൈറ്റ് തിരിയണം. അപ്പം നമ്മൾ മംഗളവനത്തിൻ്റെ ബേർഡ് സാങ്ച്വറിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഹൈക്കോടതിയുടെ ബാക്കിൽ കൂടെ. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകണം. അപ്പോൾ വണ്ടിയൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് മാറ്റി നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ കൊച്ചി സിറ്റി എന്ന് പറയത്തില്ല അല്ലേ, ശരിക്കും ഏതൊരു കാട്ടിലകപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത്യാവശ്യം കാട്ടിൽ പോയി നമ്മൾ നിൽക്കുന്ന അതേ ഫീൽ തന്നെ. നല്ല ചീവീടിൻ്റെ സൗണ്ടും മരങ്ങളും ഒക്കെ ആയിട്ട്. കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു മംഗളവനം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലൊക്കേഷന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്നും നോക്കാനില്ല, നേരെ ഹൈക്കോടതിയുടെ ബാക്കിലേക്ക് വന്നാൽ മതി. ഇവിടെ ബോർഡുണ്ട് മംഗളവനം ഒന്ന്. കാണുന്നതാണ് നമ്മുടെ മംഗളവനം ബേർഡ് സാങ്ച്വറിയുടെ എൻട്രൻസ്. ഈ എൻട്രൻസ് കണ്ടാൽ അറിയാം, കാടൊക്കെ മൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോകണേ. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. കൂടുതലും ഈ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് വരുന്നതും ഫിഷറീസ് വകുപ്പിൻ്റെ ഒക്കെയാണ്. എന്നാലും വരുന്നവർക്ക് വണ്ടിയൊക്കെ മുമ്പിലിടാൻ സ്പേസ് കാണുന്നുണ്ട്. ഇപ്പോൾ തുറന്നിട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതായിരിക്കും പോയി നോക്കാം. വാഹനങ്ങൾ ഇവിടെ വരെ വരത്തുള്ളൂ കേട്ടോ. വാഹനങ്ങൾ നമുക്ക് അവിടെ ഇടേണ്ടി വരും. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നടന്ന് മുന്നോട്ട് പോകേണ്ടി വരും.
അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചി മംഗളവനം ബേർഡ് സാങ്ച്വറി എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്കിനി അവിടെ പോയിട്ട് ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് നോക്കണം. നമ്മളീ നിൽക്കുന്നത് കൊച്ചി സിറ്റിയിൽ തന്നെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ നോക്കിയാൽ പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ നല്ല മരങ്ങളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അതുപോലെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഗേറ്റ്. നമുക്കിനിയും പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ രാവിലെ 10 മുതൽ 5 വരെയാണ് ഇവിടുത്തെ ഒരു പ്രവേശനം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോയി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അത് തന്നെ ഇവിടെ ഇങ്ങനെ ഔഷധ സസ്യങ്ങളുടെയൊക്കെ തൈകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ പക്ഷികളുടെ ഡീറ്റെയിൽസും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ബുദ്ധൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിപ്പുണ്ട്. സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ബുദ്ധൻ ഇവിടെ മംഗളവനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ ബുദ്ധൻ്റെ പൊതുമയുള്ളത്. അപ്പം അതുപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യകതയൊക്കെ നമുക്ക് ആ മെസ്സേജ് കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ആന എന്താണെന്ന് നോക്കിയിട്ട് വരാമേ. ഇവിടെ ഒരു ആനയും കുഞ്ഞുമുണ്ട്. നിങ്ങൾ നോക്കിയറിയാം, ചൂരൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കഫേ ആയിരുന്നോ സംശയമുണ്ട്. വലിയൊരു മഹാഗണി ഇവിടെ നിൽപ്പുണ്ട്, വലിയൊരെണ്ണമാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വാച്ച് ടവറുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? ഓ, ഇതിവിടെ പ്രവേശനം അവർ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാച്ച് ടവറിൽ കയറിയ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അവർ അടച്ചിരിക്കുകയാണ്, പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കയറിയെന്നുള്ള കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കറങ്ങി കാണുകയേ വഴിയുള്ളൂ. അപ്പോൾ ഇതാണ് നാട്ടു ബുൾബുൾ. എനിക്ക് വന്നിട്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷേ ഈ ബോർഡിൽ കൂടെ ഞാൻ നാട്ടു ബുൾബുളിനെ കണ്ടിരിക്കുകയാണ്. കേവലം ഒരു പക്ഷി സങ്കേതം മാത്രമല്ല, ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ അത് എന്തുമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. കാരണം മഴക്കാലമായതോടെ കൊതുകിൻ്റെ അതിഭയങ്കരമായ ശല്യമാണ്. അതുകൊണ്ടല്ലേ കയ്യിലൊക്കെ കൊതുക് തകർത്തിരുന്നാണ് കുത്തുന്നത്. അപ്പോൾ ഇതെന്തുമാത്രം പ്രാവർത്തികമാകും എനിക്കറിയില്ല. പക്ഷേ അധികം ആൾക്കാരൊന്നും ഇവിടെ ഇരുന്ന് കാണുന്നില്ല. എല്ലാവരും വന്ന് കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ. അല്ലാത്ത സമയങ്ങളൊന്നും കുഴപ്പമില്ലായിരിക്കും. ഇവിടെ ഒരാൾ വായും പൊളിച്ചിരിപ്പുണ്ടേ. ഇവിടെ നോക്കിയറിയാം, ഇതുപോലെ കണ്ടൽ കാടുകളാണ് അങ്ങോട്ട് മൊത്തം. ഇവിടെ മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുവാണ്. അത്യാവശ്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിവിടെ നിക്ഷേപിക്കുന്നത് ഇങ്ങോട്ട് വെള്ളം കയറുമ്പോൾ കയറി വരുന്നതാണ്. നമ്മുടെ ഈ ഒരു മംഗളവനം അറിയപ്പെടുന്നത് കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3 ഹെക്ടറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു വനമാണ് നമ്മുടെ ഈ മംഗളവനം. ഒരുപാട് ദേശാടന കിളികളൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇല്ല, നമ്മൾ അൺലക്കിയാണ്, നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. കുറച്ച് കാക്കകളുടെ കരച്ചിലും ചീവീടിൻ്റെ ശബ്ദമൊക്കെ അല്ലാതെ നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും വളരെ ഇതൊരു എന്താ പറയുന്നത്, ഒരു സിറ്റി തന്നെയാണ്, സിറ്റിയിലെ ഒരു സ്ഥലം തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ അത്ര ഒരു ചുറ്റുപാടാണ് ഇവിടുത്തേത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പണ്ട് ഏതാണ്ട് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്തിട്ടാണ്. ഇതിനപ്പുറത്താണ് നമ്മുടെ നോർത്തല്ല, ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. അതായത് എറണാകുളം ടെർമിനസ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധി നമ്മൾ ആദ്യം കണ്ട റെയിൽവേ ട്രാക്കൊക്കെ വരുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു മംഗളവനം വരുന്നത്. 22 സ്പീഷീസിലുള്ള ബേഡുകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേയേറെ പ്രത്യേകതകളുണ്ട് നമ്മുടെ ഒരു മംഗളവനത്തിന്. അപ്പം ഞാനിവിടെ വന്നിട്ട് ശരിക്കും വേറൊരു പക്ഷിയെ കണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പക്ഷി നമ്മളെ കണ്ടിട്ട് ഓടാനൊന്നും പോകുന്നില്ല. കൊക്കാണ്. അതിൻ്റെ
കൈയും തലയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. തൽക്കാലം വരുന്നവർക്ക് കുട്ടികളെ കാണിക്കാൻ ഇതൊക്കെ നമുക്കിവിടെ സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? നമ്മളിനി ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് 3 ഹെക്ടറിൻ്റെ അടുത്ത് 2.7 വരുന്നുണ്ട്. അയ്യോ, മഴ പെയ്ത്. അപ്പോൾ നമ്മളെ വാച്ച് ടവറിന് ഇവിടെ നിന്ന് മുന്നോട്ട് പോകണേ. കണ്ടൽ കാടുകളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മംഗളവനം എന്ന് പേര് വരാനുള്ളൊരു കാരണം ഈ പോർച്ചുഗീസ് ഭാഷയിൽ മംഗൾ എന്ന് പറഞ്ഞാൽ കണ്ടലെന്നാണ് അതിൻ്റെ ഒരു പേര്. അതുകൊണ്ടാണ് മംഗളവനം എന്ന പേര് വന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കുറച്ച് അണ്ണാനൊക്കെ പോകുന്നുണ്ട് മുകളിൽ കൂടെ. അതിൽ മഴ പെയ്തത് നമുക്ക് ചെറിയൊരു തിരിച്ചടിയായി പോയി വീഡിയോ എടുക്കാൻ. നമ്മുടെ ക്യാമറയിലൊക്കെ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ കസേരകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കന്ന് കണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ അനുഭവത്തിൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കൊതുക് നമ്മളെ എടുത്തുകൊണ്ട് പോകും. അതുപോലെ കൊതുകാണേ. അതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ അനീഷ് ബ്രോ കുടയും പിടിച്ച് മഴയത്തൂടെ മംഗളവനത്തിലൂടെ നടന്നു പോകുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പക്ഷികളെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡിൽ കൂടെ നമുക്ക് വിവിധ തരത്തിലുള്ള പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. തൽക്കാലം നമുക്ക് അതുകൊണ്ട് സംതൃപ്തി അടയേ വഴിയുള്ളൂ. ഇവിടെ കുറച്ച് തവളകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ വന്നതിൽ വെച്ചൊരു ഒറിജിനാലിറ്റി തോന്നി എനിക്ക്. ഇതിന് മാത്രമാണ്. അപ്പുറത്ത് കുറച്ച് കൊക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അത് മൊത്തം ആകെ നശിച്ചിരിക്കുകയാണ്. പച്ചത്തവള വെയിലൊന്നും ഒന്നുമില്ല. ചെളിയായിരിക്കും അപ്പോൾ വെള്ളക്കണമുണ്ടോ പോകുന്നത്. ഒരുപാട് വവ്വാലുകളുണ്ട്. അട്ടയോ ഒക്കെ കടിക്കായിരുന്ന രക്ഷപ്പെട്ടു. സത്യസന്ധമായ അഭിപ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ 10 രൂപയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ടൗണിൽ സിറ്റിയിലൊക്കെ വരുമ്പം ഒന്ന് കയറി കണ്ടിട്ട് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മംഗളവനത്തിൽ നിന്നുള്ള കാഴ്ചകൾ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.